അല്ല, അത് ആരോപണമാണ്. ആരോപണമെന്നല്ലേ പറയുന്നത്. അതായത് പുറമറ്റം പഞ്ചായത്തിൽ കോൺഗ്രസിന് 7 സീറ്റ് കിട്ടി, ആകെ 14, 7 കിട്ടി, CPM 5 കിട്ടി, സ്വതന്ത്രന് 2. അപ്പോൾ സ്വതന്ത്രരെ കൂടെ ചേർത്ത് ഭരണത് ഭരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷെ അതിന് സ്വതന്ത്രർ ആവശ്യപ്പെട്ടത് ആദ്യ പ്രസിഡന്റ്ഷിപ്പ് ആദ്യം അവർക്ക് വേണമെന്നാണ്. അപ്പോൾ അതിനകത്ത് കോൺഗ്രസ് പാർട്ടിക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസിന് 7 അംഗങ്ങളുണ്ട്. 7 അംഗങ്ങളുള്ളപ്പോൾ ഒരു സ്വതന്ത്രനെ പ്രസിഡന്റ് ആദ്യമാക്കാൻ പറ്റില്ല. പക്ഷെ ടേം കൊടുക്കാമെന്ന് പറഞ്ഞു. ടേം എന്ന് പറയുന്നത് അത് പാർട്ടി എടുത്ത നിലപാടാണ്. അവർക്ക് രണ്ടാമത് ടേം കൊടുക്കാം, 2 or 2.5 വർഷമോ സ്വതന്ത്രന് കൊടുക്കാം. പക്ഷെ 7 അംഗം കിട്ടിയ 7 പേരെ കിട്ടിയ കോൺഗ്രസിന് മാറി നിന്ന് സ്വതന്ത്രനെ ആദ്യം പ്രസിഡന്റാക്കാൻ പറ്റില്ല എന്നുള്ള പാർട്ടി നിലപാട് എടുത്തതാണ്. ആ പാർട്ടി നിലപാടാണ്. അപ്പോഴത് ഞങ്ങൾ ആ നിലപാടെടുത്തു. അത് സ്വതന്ത്രർക്ക് അവർക്ക് അതിന് സമ്മതമില്ല, അവർക്ക് ആദ്യം വേണം. അതുകൊണ്ട് അവർ ഇടതുപക്ഷത്തോട് ചേർന്നു. അതിപ്പോൾ അവരുടെ നിലപാട്. അത് അവരുടെ അഭിപ്രായം. നമ്മുടെ പാർട്ടിയുടെ നിലപാട് വ്യക്തമായി കോൺഗ്രസ് പറഞ്ഞു. ആദ്യത്തെ പ്രസിഡന്റ്ഷിപ്പ് കൊടുത്തിട്ട് ഭരണം വേണ്ട എന്നുള്ളതാണ്. അതേസമയത്ത് രണ്ടാമത് അവർ ടേമിൽ ഇരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങളത് അവരെ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. അതാണ് അത് എൻ്റെ നിലപാടല്ല, പാർട്ടി നിലപാടാണ്. അല്ല, അത് പ്രവർത്തകരായിരുന്നെങ്കിൽ അവർ കോൺഗ്രസിനെതിരെ അല്ലേ മത്സരിച്ചത്. അവർക്ക് കോൺഗ്രസ് ടിക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാമെന്നും അറിയിച്ചതാണ്. അവർ കോൺഗ്രസിന് എതിരായിട്ടല്ലേ മത്സരിച്ചത്. അപ്പോൾ എതിരായിട്ട് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ അവർ സ്വതന്ത്രരായി. കോൺഗ്രസിനെതിരായി കോൺഗ്രസ് ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരെ മത്സരിക്കുമ്പോൾ അവർ സ്വതന്ത്രരായി. പിന്നെ കോൺഗ്രസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ സ്വതന്ത്രരായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം പാർട്ടി ചർച്ച ചെയ്ത്, പാർട്ടിയുടെ കോർ കമ്മിറ്റി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. അതിനകത്ത് ഞാനും അതിൽ പങ്കാളിയാണെന്നല്ലാതെ ഞാനല്ല, എൻ്റേതല്ല തീരുമാനം. കോർ കമ്മിറ്റിയുണ്ട്. അവർക്ക് ആദ്യത്തെ ടേം കൊടുക്കാൻ പറ്റില്ല. അവരത് ഡിമാൻഡ് ചെയ്തു. അത് പറ്റത്തില്ല. 7 അംഗങ്ങളുള്ള കോൺഗ്രസ് പാർട്ടിക്ക് സ്വതന്ത്രനെ ആദ്യമാക്കാൻ പറ്റില്ല എന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്ന നിലയിൽ ഞാനും അതിനകത്ത് പങ്കാളിയാണ്. ഇത്രേ ഉള്ളൂ. അല്ല, ഭരിക്കുക എന്നുള്ള ഞാൻ ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭരിക്കുക എന്നുള്ളതല്ല ആത്യന്തിക ലക്ഷ്യം. രാഷ്ട്രീയ പാർട്ടിക്ക് ചില നിലപാടുകൾ ഉണ്ട്. ഭരിക്കുക ചിലപ്പോൾ ഭരണത്തിൽ വരും, ചിലപ്പോൾ പ്രതിപക്ഷത്തിരിക്കും. കോൺഗ്രസ് സംസ്ഥാനത്ത് 10 വർഷമായി പ്രതിപക്ഷത്തല്ലേ, അല്ലേ? എന്നാൽ പിന്നെ ഭരിക്കാൻ വേണ്ടി ചില നിലപാടുകളും ആദർശങ്ങളും ഭരിക്കാൻ വേണ്ടി മാത്രം ത്യജിക്കാൻ പറ്റത്തില്ല. സ്വതന്ത്രന്മാർക്കത് പറ്റും. സ്വതന്ത്രർക്കൊരു നിലപാട് ഇല്ല, അവർക്കെന്തും പറ്റും. അവർക്ക് ഇടതിലും കൂടാം, വലതിലും കൂടാം, BJPയിലും കൂടാം. കോൺഗ്രസ് പാർട്ടിക്ക് അത് പറ്റത്തില്ല. കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കി അവരെ അറിയിച്ചു. അവർക്ക് ടേം കൊടുക്കാം, ആദ്യത്തെ ടേം കൊടുക്കത്തില്ല എന്ന് പാർട്ടി നിലപാടാണ്. ആ പാർട്ടി നിലപാടിന് കൂടാൻ ഞാനും. ഇത്രേ ഉള്ളൂ. ഈ കേരള രാഷ്ട്രീയത്തിൽ പുറമേറ്റം മാത്രമേ ഉള്ളൂ. എന്തോ നിങ്ങൾ ചാനലുകാർ ഇത്ര അങ്ങ് താണു പോയോ? കേരള രാഷ്ട്രീയമുണ്ട്, ദേശീയ രാഷ്ട്രീയമുണ്ട്. അപ്പൊ ചാനലുകാർക്ക് പുറമേറ്റം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്രമാത്രം ഇടുക്കി പോയി നയം വിചാരിക്കുന്നത്. പക്ഷേ ഇല്ലേ, തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വിജയിക്കും തോൽക്കും ഉണ്ടല്ലോ. വിജയിച്ചാലും തോറ്റാലും രാഷ്ട്രീയ പാർട്ടി അവിടെ നിലപാടുകൾ നിൽക്കണം. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ 10 വർഷമായി ഭരണമില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇല്ലാതായോ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടോ മാറ്റത്തില്ല. നമ്മൾ ഇനിയും ശ്രമിക്കും. അത്രേ ഉള്ളൂ. വേറെ സംസ്ഥാന രാഷ്ട്രീയവും ചോദിക്കാനില്ല. അല്ല, അതിപ്പോ ഞാൻ പറയുന്നത് അവരുടെ കോൺഗ്രസ് പ്രതിപക്ഷത്തായ ഭരിക്കാത്തതുകൊണ്ട് നശിച്ചെന്ന് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. അത് അവരുടെ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കോൺഗ്രസ് 10 വർഷമായി കേരളത്തിൽ പ്രതിപക്ഷമാണ്. നശിച്ചെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. നശിക്കുമെന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരു പ്രതിപക്ഷത്തിരിക്കാനും ഒരു പാർട്ടി തയ്യാറാകണം. പ്രതിപക്ഷത്തിരുന്നാൽ പ്രതിപക്ഷത്തിന്റെ ജോലി ചെയ്യണം. അത് ഞങ്ങൾ ചെയ്യും. ആര്? എന്റെ പോയിന്റ് ഞാനൊരു കാര്യം, സോണിയാഗാന്ധി എന്തിനാ കുറ്റപ്പെടുന്നത്? എന്നോട് അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്ന എല്ലാവർക്കും
ഞാൻ അപ്പോയിൻമെന്റ് കൊടുക്കും. എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അവിടെ ഗേറ്റ് ഇല്ല, പട്ടിയില്ല. അപ്പോയിൻമെന്റ് ഇല്ലാതെയും ധാരാളം ആളുകൾ വരും. ആ വരുന്നവരുടെയൊക്കെ പശ്ചാത്തലം എനിക്ക് തിരക്കാൻ പറ്റത്തില്ല. സോണിയാഗാന്ധിക്ക് എങ്ങനെ തിരക്കാൻ പറ്റും? അപ്പോയിൻമെന്റ് ചോദിക്കുന്ന അവർ രാഷ്ട്രീയ നേതാവ് അപ്പോയിൻമെന്റ് കൊടുക്കും. അവർ പിന്നെ പ്രതിയായോ നേരത്തെ പ്രതിയായോ ആണോ എന്നുള്ളത് സോണിയാഗാന്ധിക്ക് എങ്ങനെ അറിയാം? അല്ല, അവര് കുറ്റക്കാരാണെന്ന് അറിഞ്ഞോണ്ട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലേ കുറ്റക്കാരനാണ് എന്നറിഞ്ഞുകൊണ്ട് അവിടെ വിളിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. കുറ്റക്കാരനാണെന്ന് അറിയാതെ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആളാണ് എന്ന മട്ടിൽ വിളിച്ചുകൊണ്ട് പോയതാണെങ്കിൽ അതൊരു തെറ്റുമില്ല. അത് പറയേണ്ടത് ജില്ലയിലെ മുതിർന്ന അദ്ദേഹമാണ്. കുറ്റക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ അവിടെ കൊണ്ടുപോയത് എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. എനിക്ക് അറിയത്തില്ല. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.